അപ്പൊ ഇവരല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരാരെയൊക്കെ കണ്ടത് തെറ്റാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചോ അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡീലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം കാണാൻ ഇവരോരോരുത്തരും മത്സരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് വാർത്തയായിക്കൊണ്ടിരിക്കുന്നത്. MG സർവകലാശാലയിൽ പുതിയ വൈസ് ചാൻസലർ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റി ചേരാൻ സെനറ്റ് യോഗം തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ 25-ന്. ഈ 25-ന് തലേദിവസം അവിടെ പരിപാടി വെച്ച് 26-ാം തീയതിയാണ് സെനറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചത്. അതിന്റെ തലേദിവസമാണ് ഗവർണറും വകുപ്പ് മന്ത്രിയും അവിടെ പോയത്. അവിടെ പോയിട്ട് 26-ന് ചേരുന്ന യോഗം വേണ്ടെന്ന് വെച്ചു. സെർച്ച് കമ്മിറ്റിയെ തീരുമാനിക്കാനുള്ള സെനറ്റ് യോഗം ഈ രണ്ടുപേരും ചേർന്ന് വേണ്ടെന്ന് വെച്ചു. സംഘപരിവാറിന്റെ അജണ്ടക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് UDF എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇത് സംബന്ധിച്ച് നമ്മുടെ മതനിരപേക്ഷ വിദ്യാഭ്യാസ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാവ്യവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ UDFന്റെ പിന്തുണയോടുകൂടി ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള MG സർവകലാശാലയിൽ കരിക്കൾ നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ കേരളത്തിന്റെ മതനിരപേക്ഷ വിദ്യാഭ്യാസ ക്രമത്തെ തകർക്കാനുള്ള ശ്രമത്തിൽ RSS, BJP, UDF ഡീലിന്റെ ഭാഗമായി ആ അജണ്ട കൈകാര്യം ചെയ്തു വരുന്നു എന്നുള്ളതുകൂടി വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. CPIM BJP ഡീലെന്ന പരസ്യ പ്രചാരണം നടത്തി മാധ്യമങ്ങളും അതുപോലെ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളും എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാകുകയാണ്. BJPയും അതുപോലെ തന്നെ സംഘപരിവാർ വിഭാഗവും VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതൃത്വവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോഴീ നേതാക്കന്മാർ, സാമുദായിക നേതാക്കന്മാരുൾപ്പെടെ കാണുന്നതിന് പോകുന്ന ഘോഷയാത്രയാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചിത്രം. അവർ ചെയ്തതാണ്, അവർ പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിൾ ചവിട്ടി കൺട്രോൾമെന്റ് ഹോമിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് സമരത്തിന്റെ ഭാഗമായിട്ട് പോയ VD സതീശൻ എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ആ നിലപാട് സ്വീകരിക്കുമോ എന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ പഠിച്ചത് മുഖ്യമന്ത്രിയായപ്പോ പ്രതിപക്ഷ നേതാവായപ്പോ പഠിച്ചില്ലേ? അല്ല, പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചോ അങ്ങനെയുള്ളൊരു കാര്യം? അതായത് തോമസ് ഐസക്ക് ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടി സമരത്തിന്റെ ഭാഗമായി കൺട്രോൾമെന്റിൽ നിന്ന് എന്തിനാണ് നിയമസഭയിലേക്ക് പോയി സമരം നടത്തിയത് എന്ന കാര്യം അന്ന് പഠിച്ചില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അവസരവാദപരമായ നിലപാടാണ്. എല്ലാ കാര്യവും പൂർണ്ണമായ അർത്ഥത്തിൽ അവർ മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യവും ഒരേ രീതിയിലാണ് കൈകാര്യം ചെയ്യാമെന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ലോ. പക്ഷപാതപരമായ നിലപാടാണ് എന്ന് മുമ്പ് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ വക്താവായിട്ട് വന്ന VD സതീശനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കത് പറയാനുള്ളത്, VD സതീശൻ ഉൾപ്പെടെയുള്ള, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും KPCCയും പറയട്ടെ, KPCC പ്രസിഡന്റ് കൂടിയായിട്ട് തുടരുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ സ്വജനപക്ഷപാതപരമായ ഇത്തരത്തിലുള്ള നിയമനം ശരിയോ തെറ്റോ എന്ന കാര്യം അവരുടെ ഭാഗത്തു തന്നെ വ്യക്തത വരുത്തട്ടെ എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരിയില്ലാത്ത നടപടിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ?